നമസ്കാരം. പ്രധാന വാർത്തകൾ. PV അൻവറിനെ പട്ടാമ്പിയിലേക്ക് സ്വാഗതം ചെയ്ത് വല്ലപ്പുഴയിലും ഫ്ലക്സ് ബോർഡ്. പോസ്റ്റർ നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ട് അൻവർ അനുകൂലികൾ സ്ഥാപിച്ചതെന്ന് സൂചന. പട്ടാമ്പിയിലും കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. CPMലെ MK ജയസുധ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണാകും. മറ്റ് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാവില്ല. K രാജേഷ് വൈസ് ചെയർമാനാകും. UDF ഭരണം പിടിച്ച പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിലെ സുരയ്യ ഫാറൂഖ് ചെയർപേഴ്സണാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് വീണ്ടും ഭാഗ്യദേവതയുടെ കടാക്ഷം. കേരള ലോട്ടറി കാരുണ്യ പ്ലസിന്റെ ഒന്നാം സമ്മാനമായ 1 കോടി ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിന് ഭാഗ്യവാനെ കണ്ടെത്താനായില്ല. സ്വർണ്ണവില 1 ലക്ഷം കടന്നതോടെ വ്യാപാരത്തിലും പ്രതിസന്ധി. വില വർധനവ് നിർമ്മാണ തൊഴിലാളികളെയും ബാധിക്കുന്നു. GST കുറച്ചാൽ വിൽപ്പനയെ സഹായിക്കുമെന്ന് വ്യാപാരി. വിശദമായ വാർത്തകളിലേക്ക്. PV അൻവറിനെ പട്ടാമ്പിയിലേക്ക് സ്വാഗതം ചെയ്ത് വല്ലപ്പുഴയിലും ഫ്ലക്സ്. വല്ലപ്പുഴ കൈലാട് റോഡിലാണ് ഫ്ലക്സ് വച്ചിരിക്കുന്നത്. ഫ്ലക്സിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ സംഘടനയുടെയോ പേരോ മറ്റോ ഒന്നുമില്ല. അൻവർ UDFൽ ചേർന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലും വിവിധയിടങ്ങളിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അൻവറിനെ അനുകൂലിക്കുന്നവരാകാം ഫ്ലക്സിന് പിന്നിലെന്നാണ് സംശയം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFൽ കോൺഗ്രസ് മത്സരിക്കുന്ന പട്ടാമ്പി സീറ്റിനായി ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് PV അൻവറിന് വേണ്ടിയും പട്ടാമ്പിയിൽ പിടിവലി നടക്കുന്നത്. നിലവിൽ 10 വർഷമായി LDFന്റെ കയ്യിലാണ് പട്ടാമ്പി മണ്ഡലം. LDF അംഗം MK ജയസുധ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സണാവും. മറ്റ് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകില്ല. അധ്യക്ഷ സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമായ ഒറ്റപ്പാലം നഗരസഭയിൽ ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകില്ല. LDF ഒഴികെയുള്ള മുന്നണികൾക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതാണ് കാരണം. MK ജയസുധയെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കാൻ CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. K രാജേഷാണ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി. BJPയിൽ നിന്ന് പാർലമെന്ററി പാർട്ടി നേതാവായ R മണികണ്ഠനാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. UDFൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് ചെയർമാനെയും വൈസ് ചെയർമാനെയും തിരഞ്ഞെടുക്കുന്നത്. 4 പതിറ്റാണ്ടുകളുടെ CPM ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലെത്തിയ പെരിന്തൽമണ്ണ നഗരസഭയിൽ സുരയ്യ ഫാറൂഖ് ചെയർപേഴ്സണാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. 16ാം വാർഡിൽ നിന്നും നഗരസഭയിലെ തന്റെ ഏറ്റവും കൂടുതൽ വോട്ടിന് 527 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സുരയ്യ ഫാറൂഖ് നഗരസഭയുടെ അധ്യക്ഷയാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. 2005-ൽ CPM കോട്ടയായ പാതാക്കര വാർഡിൽ വിജയിച്ച സുരയ്യ ആദ്യമായി നഗരസഭ കൗൺസിലറായി. 2010-ലും CPM കോട്ടയായ ഒലിങ്കരയിൽ നിന്നും വിജയിച്ചു വീണ്ടും നഗരസഭയിലെത്തി. 2019-ൽ ഇരുമുന്നണികളും 17 സീറ്റ് വീതം നേടിയപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സുരയ്യ ഫാറൂഖിനെയായിരുന്നു. അന്ന് നറുക്കെടുപ്പിലൂടെ CPM വീണ്ടും ഭരണത്തിലെത്തുകയായിരുന്നു. വനിതാ ലീഗ് മണ്ഡലം നേതാവ്, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലെല്ലാം സുരയ്യ ഫാറൂഖ് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹ കൗൺസിലർമാരോടൊപ്പം നഗരസഭയിലെ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് സുരയ്യയുടെ തീരുമാനം. പുതിയ ചെയർപേഴ്സണ് നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഖാദർലി ക്ലബ്ബ് സെക്രട്ടറിയുമൊക്കെയായ പച്ചേരി ഫാറൂഖിന്റെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് NP രാമദാസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാവും. കൊപ്പം ഡിവിഷനിൽ നിന്നാണ് NP രാമദാസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗമാണ് AP രാമദാസിനെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കൊപ്പം ഡിവിഷനിൽ നിന്നാണ് AP രാമദാസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. KPSTA ജില്ലാ പ്രസിഡന്റ്, സെറ്റോ ജില്ലാ കൺവീനർ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, DCC നിർവാഹക സമിതി അംഗം, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കരിമ്പുഴ പഞ്ചായത്തിൽ തോട്ടര 6ാം വാർഡിൽ നിന്ന് വിജയിച്ച ലീഗിലെ ഷീബ പാട്ടത്തൊടി പ്രസിഡന്റാവും. 2ാം തവണയാണ് ഷീബ പഞ്ചായത്തിന്റെ പ്രസിഡന്റാവുന്നത്. 2015-ൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2020-ൽ ബ്ലോക്ക് മെമ്പർ, വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ്, ദീർഘകാലമായി ആശാ വർക്കർ, ഒറ്റപ്പാലം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ഷീബ പാട്ടത്തൊടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായി 2015-ൽ ഇതേ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് ഷീബ പ്രസിഡന്റായത്. ഇപ്രാവശ്യം 542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പഞ്ചായത്ത് ഭരണം ആദ്യ 2.5 വർഷം ലീഗിനും പിന്നീട് കോൺഗ്രസിനുമാണ് നൽകാറുള്ളത്. കോൺഗ്രസിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 ആളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല. UDFന് 14 സീറ്റുള്ളതിൽ 8 ലീഗും 6 കോൺഗ്രസുമാണ്.
മണ്ണാർക്കാട് ആനമൂളിയിൽ പട്ടാപ്പകൽ കടുവ ആടിനെ ആക്രമിച്ചു കൊന്നു. കുരുമണ്ണിൽ കുഞ്ഞഹമ്മദ് എന്നയാളുടെ ആടിനെയാണ് ആക്രമിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. മേയ്ക്കാൻ വിട്ട ആടുകളെയാണ് കടുവ പിടിച്ചത്. ഉടമ ബഹളം വെച്ചതോടെ കടുവ ഓടിമറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. റോഡിനോടടുത്ത് ഈ റബ്ബർ എസ്റ്റേറ്റിനകത്ത് ആട് മേച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ കൂടെ 25 ആടുകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ലാഭം വന്നുള്ള ഇല വീണത് പെറുക്കിയിട്ട് തെങ്ങനെ കൊടുക്കുന്നു. എൻ്റെ കൂടെ 4-5 ആട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ തെങ്ങ് ഇല കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മേപ്പെടുന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് എടുത്ത് ചാടി. ഈ കാടൊന്നുമില്ല അവിടെ, കാട് വെട്ടി തെളിഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചാടി ഈ റബ്ബർ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേലെ അവിടെ ചാടി കൂടത്തുനിന്ന് ഒന്നിനെ ഈ ആടിനെ നല്ലൊരാടാണ്, ഏറ്റവും കൂടുതൽ നല്ല ആട്, ചെറുപ്പം 1 വയസ്സ് പ്രായമുള്ള ഒരാടിനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് നേരെ എൻ്റെ മുമ്പിൽ കൂടെ നേരെ കൊണ്ടുപോയി ആ കാട്ടിലേക്കാണ് കയറി. തന്നെയാണ് എൻ്റെ കാഴ്ച, നേരിട്ടുള്ള കാഴ്ച അങ്ങനെയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ കടുവയെ കണ്ടത്, നേരിട്ട് കാണുന്നത്. 9 മണിക്കാണ് കൊണ്ടുവന്ന് തോർത്ത് കയറ്റിയത്. അവിടെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതേ സാധനം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ കാട്ടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മൂളി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഉള്ളിൽ കാല് കാണുന്നുണ്ട്. ഒരു വെളുപ്പ് ചുമപ്പ് കളറുള്ള കാല് കണ്ടു. 4 സാധനം ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഒരു മോഡൽ, അങ്ങനെ മോഡലുണ്ടായിരുന്നു. പക്ഷെ ആടുകളൊക്കെ ഓടും ചെയ്തു അത് കണ്ടപ്പോൾ. കടുവനെ പിടിക്കുള്ള ഉദ്യോഗസ്ഥർ എടുക്കണം നമുക്ക് പറയേണ്ടത്. ജനവാസം ഇത്രയും അടുത്തില് റോഡിൽ നിൽക്കുന്ന 20 മീറ്ററുള്ള റോഡായിട്ട് പട്ടാപ്പകല് 10:30 മണിക്കാണ് ഇയാൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കടുവ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൂട് സ്ഥാപിക്കണം, കടുവനെ പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ജനങ്ങള് സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ഇത് നമ്മളെ മെമ്പറാണ്, മെമ്പർ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഈ പട്ടാപ്പകല് ഇത്രയും റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ തോട്ടത്തിൽ വന്നിട്ടാണ് ഈ ആടിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത്. ഒറ്റപ്പാലത്ത് വീണ്ടും ഭാഗ്യദേവതയുടെ കടാക്ഷം. കേരള ലോട്ടറിയുടെ കാരുണ്യ പ്ലസിൻ്റെ 1ാം സമ്മാനമായ 1 കോടി രൂപ ഒറ്റപ്പാലം നിധി ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. ലോട്ടറി വിൽപ്പന രംഗത്ത് 5 വർഷമായി ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ നിധി ലോട്ടറീസ് വിറ്റ കാരുണ്യ പ്ലസിന്റെ PF 275785 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനമായ 1 കോടി രൂപ സമ്മാനമായി ലഭിച്ചത്. ഒറ്റപ്പാലം ടൗണിൽ വിൽപ്പന നടത്തുന്ന ചില്ലറ വിൽപ്പനക്കാരനാണ് ടിക്കറ്റ് നൽകിയതെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. വിജയിയെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ മാസം 18-ന് വിറ്റ ധനലക്ഷ്മി ലോട്ടറിയുടെ 2ാം സമ്മാനമായ 30 ലക്ഷം രൂപയും നിധി ലോട്ടറി ടിക്കറ്റിനായിരുന്നു. 1ാം സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സ്ഥാപന ഉടമ നിതീഷ് പറഞ്ഞു. കഴിഞ്ഞ മാസം നമ്മൾ ഇതേപോലെ സെക്കൻഡ് പ്രൈസ് 30 ലക്ഷം ഉണ്ടായിരുന്നു. ഈ മാസം ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് 1 കോടി രൂപ നമുക്ക് കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണവില ലക്ഷം കടന്നതിൽ കൈപ്പൊള്ളുന്നത് ഉപഭോക്താക്കൾക്ക് മാത്രമല്ല, വ്യാപാരികൾക്ക് കൂടിയാണ്. വിലവർദ്ധനവ് വ്യാപാരത്തെ പോലെ തന്നെ നിർമ്മാണ തൊഴിലാളികളെയും ബാധിക്കുന്നതായി കെൻസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ണർ VP അനീഷ് പറഞ്ഞു. പൊന്നിന് പൊള്ളും വിലയായി മാറിയതോടെ ഉപഭോക്താക്കൾ മാത്രമല്ല വ്യാപാരികളും നിർമ്മാണ തൊഴിലാളികളും ഒരുപോലെ ആശങ്കയിലാണ്. സീസൺ അടുപ്പിച്ചുള്ള സ്വർണത്തിൻ്റെ ലക്ഷം കടക്കൽ ജ്വല്ലറി മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് കെൻസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ണർ VP അനീഷ് പറഞ്ഞു. നമ്മളെ ജ്വല്ലറി സ്ഥാപനങ്ങളിൽ ബിസിനസ് ഏകദേശം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം ഒരു 50% അതിൻ്റെ വോളിയം കുറവാണ്. പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ്, അതേപോലെ 18 കാരറ്റ് ഓർണമെൻറ്റ്സ്, അങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നമ്പർ ഓഫ് കസ്റ്റമർ കൂടുതലാണ്, എങ്കിലും സെയിലിൻ്റെ വോളിയം കുറവാണ്. അപ്പോൾ ഗോൾഡ് റേറ്റ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാം, ഒരു 50% ജ്വല്ലറി ഇൻഡസ്ട്രീനെ ബാധിച്ചിട്ടുണ്ട്. ജ്വല്ലറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ടൈം കോട്ട് ഇട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഈ മറ്റേ ലൈറ്റും ഷോറൂമും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ നിർമ്മാണ തൊഴിലാളികളുണ്ട്, അതിൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. 3% GSTയിൽ നിന്നും 1.5% കുറച്ചാൽ ഇത് വിൽപ്പനയെ സഹായിക്കും. കൂടാതെ കച്ചവട രംഗത്തുള്ളവർക്ക് പുതിയ പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയാൽ മേഖലയിലെ പ്രതിസന്ധി കുറയ്ക്കാൻ കഴിയുമെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത്തെ കൂടാതെ ഓൺലൈൻ ഷോപ്പിംഗ് സമ്പ്രദായവും സ്ഥാപനങ്ങളെ പിന്നോട്ടടിക്കുന്നുണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ സന്നദ്ധരാവണമെന്നാണ് വ്യാപാരികൾക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന്
VP അനീഷ് പറഞ്ഞു. മൊത്തം നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൻപുറത്തെ കടകളെ സമീപിക്കുക, നാട്ടിൻപുറത്തുള്ള ഷോപ്പുകളെ സപ്പോർട്ട് ചെയ്യുക. അവരാണ് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഓടി ചെല്ലേണ്ടത് അവരാണ്. അപ്പോൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ മൂവ്മെൻറ്റ് കുറവായത് കാരണം നമ്മൾ ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സിലേക്ക് മാക്സിമം മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് 18 ക്യാരറ്റും ഡയമണ്ട്സിൽ വരുന്ന ഓർണമെൻറ്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ആ ഒരു രൂപത്തിലൊരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ സ്റ്റോക്കും എല്ലാം നമ്മൾ അപ്ഡേഷൻ ചെയ്തിരിക്കേണ്ടത് മസ്റ്റാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വ്യാപാരത്തിൽ 50% കുറവുണ്ടായെന്നാണ് വ്യാപാരികളുടെ കണക്ക്. ഹെവി വെയ്റ്റ് ആഭരണങ്ങൾക്ക് പകരം ട്രെൻഡിനനുസരിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. പുൽക്കാടുകൾ നിറഞ്ഞ തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ വെള്ളിയാങ്കല്ല് പാലത്തിന് പടിഞ്ഞാറ് വശത്തെ പുഴയിലെ പുൽക്കാട് പ്രദേശം കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ ഭാഗത്തെ പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. പുഴയിലിറങ്ങിയ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്നാണ് നിഗമനം. ചെറിയ തുരുത്തുകളിലും മറ്റുമുള്ള പുൽക്കാടുകൾ കത്തിനശിച്ചു. ഒട്ടേറെ പക്ഷികളും ജന്തുജാലങ്ങളുമെല്ലാം അഗ്നിക്കിരയായി. പുഴയിൽ മദ്യപിക്കാനും ചൂതാട്ടത്തിനും എത്തുന്ന സംഘമാണ് തുടർച്ചയായി പുഴയിലുണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് പിന്നിലെന്ന് പരാതിയുണ്ട്. നിരവധി തവണ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിന് പിന്നിലെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനാവാത്തത് ഇത്തരം പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കാൻ ഇടവരുത്തുകയാണ്. വിവിധയിനം പക്ഷികളുടെയും ജന്തുക്കളുടെയും എല്ലാം ജീവനും ആവാസ വ്യവസ്ഥയുമാണ് ഓരോ തീപിടുത്തത്തിലും വെന്തുവെണ്ണീറാവുന്നത്. അമ്പലപ്പാറ വേങ്ങശ്ശേരി പാന്തേഴ്സ് കോരപ്പത്ത് ദേവദാസ് സ്മാരക വായനശാലയുടെ വാർഷികം അതിവിപുലമായി ആഘോഷിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ വേങ്ങാശ്ശേരി പാന്തേഴ്സ് കോരപ്പത്ത് ദേവദാസ് സ്മാരക വായനശാലയുടെ 42ാം വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. വിനോദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് CR മണികണ്ഠൻ അധ്യക്ഷനായി. സാഹിത്യകാരന്മാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ, P. ഗോപാലകൃഷ്ണൻ, ബേബി വിനോദിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് അംഗം പുഷ്പലത, അമ്പലപ്പാറ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ നാരായണൻകുട്ടി, MG ലത, PC സുരേഷ് കുമാർ, E. രമേശ്, PP ഹരിദാസൻ, വായനശാല സെക്രട്ടറി CP പത്മജൻ, T. ശ്രീലത, P. മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കൺവെൻഷൻ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. KP റസാഖ് അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേശവൻ തിരുവേഗപ്പുറ, നീലടി സുധാകരൻ, ഖാദർ, നാസർ, അസ്ന എന്നിവരെ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദിഖ് പത്രാസ്, സക്കീർ കുട്ടനാട്, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, KT ഷാജി എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് സുമൂദ് എന്ന പേരിൽ അരങ്ങേറിയ വേറിട്ടൊരു പരിപാടി ശ്രദ്ധേയമായി. പ്രത്യേക ആശയത്തിലാണ് 3.5 മണിക്കൂർ നീണ്ടുനിന്ന ഈ പരിപാടി അരങ്ങേറിയത്. ഭൂമിയെ ഉപഭോഗ വസ്തുവായി അല്ല കാണേണ്ടത്, മറിച്ച് വരും തലമുറയ്ക്ക് കൂടി കരുതി വെക്കേണ്ട പൊതുസ്വത്തായി ഭൂമിയെ നാം കാണണമെന്ന് സുമൂദിലൂടെ പറഞ്ഞു. ഭൂമിയെ സംരക്ഷിക്കാൻ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളും നിലപാടുകളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനാണ് സുമൂദിലൂടെ ലക്ഷ്യമിട്ടത്. ശബ്ദവും വെളിച്ചവും ദൃശ്യവും കോർത്തിണക്കി നൃത്തം, സംഗീതം, കവിതാവിഷ്കാരങ്ങൾ, സംഗീതശില്പങ്ങൾ, മൈം, പ്രസംഗം എന്നിവ കൊണ്ടെല്ലാം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളുടെ അർത്ഥവത്തായ സായാഹ്നമായി സുമൂദ്. അധ്യാപിക സൽന വിജയാണ് സുമൂദ് സംവിധാനം ചെയ്തത്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ആനമങ്ങാട്ടെ സൗന്ദര്യമിനി ഡിലൈറ്റിലൂടെ സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തിളക്കമേകി ഡിലൈറ്റ് ബ്രൈഡൽ ആൻഡ് ഗ്രൂമിംഗ് ഹബ്ബ് ആനമങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു.
പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വിദഗ്ധരായ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ ആനമങ്ങാട് ഡിലൈറ്റ് ആൻഡ് ഗ്രൂമിംഗ് ഹബ്ബ് തുറന്നു. സ്കിൻ കെയർ, ഹെയർ കെയർ, മേക്കപ്പ് തുടങ്ങിയ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഡിലൈറ്റിലൂടെ ചെയ്തു കൊടുക്കും. മാനേജിംഗ് പാർട്ണർമാരായ PA ഷെഫി, K ജിഷ എന്നിവർ ചേർന്ന് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂമിംഗ് ഹബ്ബ് സെക്ഷൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാസില ഷിഹാബ്, ശാലിനി പ്രസാദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. NP രാംബരൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഫാറൂഖ് കക്കൂത്ത്, സൽമാൻ PPM, അഷ്റഫ് കാർമണ്ണ, രശ്മി രമേശ്, അഷ്റഫ് താഴേക്കുട തുടങ്ങിയവർ പങ്കെടുത്തു. ലേഡീസിനും ജെൻസിനും ഒരേപോലെ നല്ല സെറ്റപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ചെയ്യണം. നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോഴേ ഇതിനെക്കുറിച്ച്, ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്രയും നല്ല സെറ്റപ്പിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കൽ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് അവർക്ക് വേണ്ടി അവർക്കുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കുകയും ചെയ്യണം. അടിപൊളി ഷോപ്പാണ്. ഒറ്റ വട്ടം ഇവിടെ വന്ന് നോക്കണം, എങ്ങനെ ഷോപ്പിൻ്റെ ഒരു ഇതെന്ന് അറിയാൻ കഴിയും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഷോപ്പിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. നാനോപ്ലാസ്റ്റിയ, ബോട്ടോക്സ്, ഹൈഡ്രാഫേഷ്യൽ, ഡാൻഡ്രഫ്, ഫോട്ടോയിൽ ആൻഡ് ഹെഡ് റിലാക്സിംഗ് മസാജ്, ബ്ലോ ഡ്രൈ, വാക്സ് റിമൂവിംഗ്, വാക്സിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങിയ എല്ലാവിധ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾക്കും ബ്രൈഡൽ ഗ്രൂം മേക്കപ്പിനും ജെൻസിന് വേണ്ട എല്ലാ സലൂൺ സർവീസിനും ഇവിടെ സംവിധാനമുണ്ട്. ഞങ്ങൾക്ക് 2 സർവീസും ഉണ്ട്, ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് റൂംസ്. പിന്നെ ലേഡീസിന് ഞങ്ങൾക്ക് ബോട്ടോക്സ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് എല്ലാം ഉണ്ട്. പിന്നെ ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, എല്ലാ സർവീസും സലൂണിലുള്ള എല്ലാ സർവീസും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്രൈഡിൻ്റെ ഉണ്ട്, ഗ്രൂമിൻ്റെ ഉണ്ട്, മേക്ക് ഓവർ എല്ലാതും ഉണ്ട്, എല്ലാ സർവീസും ഉണ്ട്. ആഴക്കടലിലെ വിസ്മയക്കാഴ്ചകൾ കൊണ്ട് അവിസ്മരണീയമാക്കിയ മറൈൻ എക്സ്പോയുടെ ഷൊർണൂർ കുളപ്പുള്ളിയിലെ പ്രദർശനം ജനുവരി 4 വരെ മാത്രം. അത്യപൂർവമായ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവും ഫിലിപ്പൈൻസ് സുന്ദരികളുടെ മെർമെയ്ഡ് ഷോയും റോബോട്ട് വേൾഡുമെല്ലാം എക്സ്പോയിലെ മുഖ്യ ആകർഷണമാണ്.
മറ്റു വാർത്തകൾ. പട്ടാമ്പി മരുതൂർ AMLP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുനീർ പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് റസീന, CRC കോർഡിനേറ്റർ അമൃത, മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ഡെയ്സി ക്രിസ്തുമസ് സന്ദേശം നൽകി. എല്ലാ വിദ്യാർത്ഥികൾക്കും വർണ്ണാഭമായ ബലൂണും തൊപ്പിയും വിതരണം ചെയ്തു. ശേഷം വിവിധ പരിപാടികളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. രക്ഷിതാക്കളുടെ ക്രിസ്മസ് ഗാനാലാപനവും കേക്ക് വിതരണവും ഉണ്ടായി. ക്രിസ്തുമസ് സന്ദേശം വിളിച്ചോതിക്കൊണ്ട് DJയോടുകൂടി കരോൾ സംഘം റോഡിലൂടെ നടത്തിയ ഘോഷയാത്ര വർണ്ണാഭമായി. സ്കൂളിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ചർച്ചിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി. ദിവ്യബലിയും കർമ്മങ്ങളും ഇടവക വികാരി ഫാദർ ഷർജോ മലേക്കുടിയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 24 രാത്രി 10 മണിക്ക് ആരംഭിച്ച തിരുപ്പിറവിയോടനുബന്ധിച്ച മുഖ്യ കർമ്മങ്ങൾക്ക് ശേഷം ദേവാലയത്തിന് പുറത്തെ തീ കായിക്കൽ ചടങ്ങും ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണവും തുടർന്ന് ആഘോഷമായ വിശുദ്ധ ബലിയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവറിനെ പട്ടാമ്പിയിലേക്ക് സ്വാഗതം ചെയ്ത് വല്ലപ്പുഴയിലും ഫ്ലക്സ് ബോർഡ്. പോസ്റ്റർ നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ട് അൻവർ അനുകൂലികൾ സ്ഥാപിച്ചതെന്ന് സൂചന. പട്ടാമ്പിയിലും കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. CPMലെ MK ജയസുധ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സണാകും. മറ്റ് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാവില്ല. K രാജേഷ് വൈസ് ചെയർമാനാകും. UDF ഭരണം പിടിച്ച പെരിന്തൽമണ്ണ നഗരസഭയിൽ ലീഗിലെ സുരയ്യ ഫാറൂഖ് ചെയർപേഴ്സണാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് വീണ്ടും ഭാഗ്യദേവതയുടെ കടാക്ഷം. കേരള ലോട്ടറി കാരുണ്യ പ്ലസിന്റെ 1ാം സമ്മാനമായ 1 കോടി ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിന് ഭാഗ്യവാനെ കണ്ടെത്താനായില്ല. സ്വർണ്ണവില 1 ലക്ഷം കടന്നതോടെ വ്യാപാരത്തിലും പ്രതിസന്ധി. വില വർധനവ് നിർമ്മാണ തൊഴിലാളികളെയും ബാധിക്കുന്നു. GST കുറച്ചാൽ വിൽപ്പനയെ സഹായിക്കുമെന്ന് വ്യാപാരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.